ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിതൊരു വെറൈറ്റി, ആരും ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ അത്തിക്ക വെച്ച് ഒരു അടിപൊളി കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത്തിക്ക, അത്തിപ്പഴം എന്നൊക്കെ പറയും ഇതിന്. ഇത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. നമ്മുടെ കൊളസ്ട്രോള് കുറക്കാനും ഷുഗർ കുറക്കാനും പിന്നെ നമ്മുടെ വയറിലുള്ള എല്ലാവിധ അസുഖങ്ങൾക്കും നല്ലൊരു സാധനമാണ് ഈ അത്തിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഞാൻ അത്തിക്ക പറിച്ചെടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കഴുകിയിട്ട് പുറമേ കട്ട് ചെയ്തിട്ടും നല്ലതുപോലെ കഴുകുന്നുണ്ട്. മുമ്പും നല്ലതുപോലെ കഴുകിയെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിതാ നല്ല ഇളം ചൂടുള്ള വെള്ളം, നല്ല തിളച്ച വെള്ളമല്ല എന്നാലും ചൂടുള്ള വെള്ളം ചേർത്ത് നല്ലതുപോലെ ഞാനിതതിനെ മിക്സാക്കി കഴുകിയെടുക്കുന്നുണ്ട്. തവി വെച്ചിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ കഴുകുന്നുണ്ട്. എന്നിട്ട് ഇത് ഒരു ഓട്ടപാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനാവശ്യമായ ഉപ്പും ചേർത്ത് നല്ലപോലെ വേവിച്ചിട്ടെടുക്കുക. 2 വിസിലടിച്ചിട്ടാകുമ്പോൾ തന്നെ അത്തിക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കത് വീണ്ടും അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റി കൊടുക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആരും ഇതുപോലെ അത്തിക്ക ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് എണ്ണ ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഞാനക്ക് കടുക് ഇട്ട് കൊടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ ഇതാ സവാള, പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല പോലെ മൂത്ത് വന്നിട്ടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്യാം. എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് 1 സ്പൂൺ ഇട്ടത്. എരിവുള്ളതാണെങ്കിൽ 3/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ മതിയാവും. അപ്പോൾ നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഊറ്റി വെച്ച അത്തിക്ക ഇട്ട് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഒരു ചിക്കൻ കറി കഴിക്കുന്നൊരു ഫീലുണ്ട് ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ ഇനി അത്തിക്ക കണ്ടാൽ ആരും കളയരുത്. ഇതുപോലെ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ഇടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.